ഹേ ഗൈസ്, പ്ലസ് 2 കഴിഞ്ഞ ഒരാൾക്ക് UG അതായത് ഡിഗ്രി ഇല്ലാതെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UK പോകാൻ പറ്റും. അതും 1 ഇയർ കോഴ്സിൽ 2 ഇയർ സ്റ്റേ ബാക്കോട് കൂടിയിട്ട്. UK ഇന്നർ ലണ്ടനിൽ വന്ന പ്രോഗ്രാംസ് ആണ്. 4 കോഴ്സസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PG ആയിട്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ 4 കോഴ്സസ് നമുക്ക് UK പോയിട്ട് PG 1 ഇയർ PG ചെയ്യാനായിട്ട് നാട്ടിൽ നിങ്ങൾക്ക് +2 ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. +2 കഴിഞ്ഞിട്ട് 5 വർഷത്തിനും 20 വർഷത്തിനും ഇടയിൽ ക്യാപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% വിസ കിട്ടുന്ന രീതിയിൽ നമുക്ക് UK ഈ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. IELTSന്റെ കണ്ടീഷൻ ഇല്ല. നിങ്ങൾക്ക് +2ന്റെ LOR MOE മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. ഇനി നാട്ടിൽ ഡിഗ്രി പഠിച്ചിട്ട് ഫെയിൽ ആയ ആളുകൾക്കും മാർക്ക് ഇല്ലാത്തവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ത്രൂ ഈ വരുന്ന ഇൻടേക്ക് മെയ് ആണ്. അതായത് 2 മാസത്തെ കാര്യമുള്ളൂ. ജൂൺ 1 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് കഴിഞ്ഞ് കയറി പറ്റാവുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് UK നിലവിൽ വന്നേക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് കയറാനായിട്ട് 4790 പൗണ്ട് ഫീസ് ഇനീഷ്യൽ അടച്ചാൽ മതി. ടോട്ടൽ ഫീസ് ഏകദേശം ഒരു 16,000-17,000 വരുമെങ്കിൽ പോലും ആഫ്റ്റർ സ്കോളർഷിപ്പിൽ എങ്ങനെ പോയാലും 1000 പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും. ബാക്കി 16,000 ഫീസിൽ 4790 അടയ്ക്കുന്ന ഒരാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അതായത് 5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കുന്ന ഒരാൾക്ക് വേറെ ഇൻസ്റ്റാൾമെന്റും കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് UK ചെന്നിട്ട് 3 to 6 മന്ത്സിനകം ഫീസ് അടച്ച് തീർത്താൽ മതി. നാട്ടിൽ നിന്ന് കയറാൻ ജസ്റ്റ് 5 ലക്ഷം രൂപ ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. 100% വിസ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് വെരിടാവേണ്ട കാര്യമില്ല. അതിന് പുറമെ ഇന്റർവ്യൂ ഇല്ലാതെ ഡയറക്റ്റ് കോളേജിലേക്ക് ഫീ ജസ്റ്റ് ഒരു കൺഫർമേഷൻ കോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഉണ്ടാവും. മിക്ക സ്റ്റുഡൻസിനും ഉണ്ടായിട്ടില്ല, എന്നാൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. UK ഇന്നർ ലണ്ടൻ ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ടൈമിലും അതുപോലെ പഠിക്കുന്ന ടൈമിലും പാർട്ട് ടൈമിന് അത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. 2 വർഷത്തെ ഗ്യാരണ്ടീഡ് സ്റ്റേ ബാക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ UK നമ്മളൊരു PG പ്രോഗ്രാം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് PSW പോസ്റ്റ് സ്റ്റഡി വർക്കാണ്. അത് 100% നമുക്ക് കിട്ടുന്നതാണ്. നാട്ടിലെ പോലെ ഈ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ എഴുതുമ്പോൾ റിട്ടേൺ എക്സാംസ് അല്ല നമുക്ക് UK അല്ലെങ്കിൽ നാട് വിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പല കൺട്രികളിലും ഉള്ളത്. അവിടെ അസൈൻമെന്റ്സ്, സെമിനാർ, വൈവ, പ്രൊജക്ട് പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അതും ക്ലാസ് നമുക്ക് വരുന്നത് വീക്ക്ലി 2 to 3 ഡേയ്സും 3 അവർ വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. നാട്ടിൽ നിന്ന് പുറത്ത് പോകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഏകദേശം 110K വ്യൂവേഴ്സ് ഉള്ള ഒരു വീഡിയോ ആണത്. അതിന്റെ താഴെ നിങ്ങൾ നോക്കി അറിയാം ഒരുപാട് നെഗറ്റീവ് വന്നൊരു വീഡിയോ കൂടിയാണ്. പലർക്കും അറിയാത്തതിന്റെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലുള്ള പല ഏജൻസികൾക്കോ അല്ലെങ്കിൽ പല ഏജന്റുമാർക്കോ ഇതിന്റെ ഡീറ്റെയിൽ കിട്ടിയല്ല. നമ്മുടെ കയ്യിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് വന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇതിന്റെ ബേസിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കുറച്ച് ഓഫറുകൾ വെച്ചു. മീൻസ് +2ന്റെ ബേസ് വെച്ചിട്ട് ബാക്കി LOR MOE അവരുടെ ഈ ഒരു ഇയർ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, CV, ഇത്രയും പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, ഫ്രണ്ട് ബാക്ക് സ്കാൻ ചെയ്ത കോപ്പി, ഇത്ര ഡോക്യുമെന്റ്സ് ആണ് ആകെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിന്റെ ബേസിൽ വെച്ച് നമുക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. സ്റ്റുഡൻസിന് ഈ വീക്ക് അടുത്ത വീക്കൊക്കെ ആയിട്ട് ഫീസ് അടച്ച് തുടങ്ങുകയാണ്. സോ അത്രയും പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് കൂടിയിട്ടാണ്. വെറും 24 മണിക്കൂർ മാത്രം മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോളേജിന് ഓഫർ ലെറ്റർ കിട്ടാനായിട്ട്. 24 മണിക്കൂർ 2 ദിവസത്തിനകം വരെ നമ്മുടെ ഇതുവരെ വെച്ച എല്ലാ സ്റ്റുഡൻസിനും ഓഫർ ലെറ്ററുകളും ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിലും UK പറ്റിയിട്ട് നെഗറ്റീവ് പറയാനുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നാട്ടിൽ നിൽക്കുക. +2 ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് നാട്ടിൽ എന്ത് സമ്പാദിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. നെഗറ്റീവ് പറയുന്നത് ചേട്ടന്മാരോട് മാത്രമാണ്. കാരണം ആ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും UK നിന്നിട്ട് അവർ പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് പറ്റും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ഓഫർ ലെറ്ററിന്. കാരണം ഇനി വിസ അടിച്ച് വരുമ്പോൾ വിസ കിട്ടിയ ശേഷം അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം നെഗറ്റീവ് പറയുന്ന ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഇതിൽ എക്സ്പീരിയൻസ് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞത് 2020 മുന്നേ ആണെന്നുണ്ടെങ്കിൽ 2020 മുന്നേ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മിനിമം ഒരു 5 വർഷം മുതൽ ഒരു 15 to 20 വർഷം വരെയുള്ള ക്യാപ്പ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് ഏകദേശം ഒരു 24-25 വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2020 +2 കഴിഞ്ഞവർക്ക് അതാണ് ഉചിതം. വിസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പർ അതാണ്. IELTSന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കാണിക്കേണ്ടത് ഒരു മാനേജീരിയൽ ഫീൽഡിൽ വർക്ക് ചെയ്തു എന്ന രീതിയിൽ വേണം എക്സ്പീരിയൻസ് കാണിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് +2ന്റെ ബേസിൽ 5 വർഷത്തെ ഒരു മാനേജീരിയൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് UK പോയിട്ട് PG ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞ ഈ 4 കോഴ്സസിൽ PG ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. കോഴ്സിന്റെ ഫീസിന് പുറമെ നമുക്ക് വിസ, ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, VFSന് ചാർജ്, ഇങ്ങനെ ഏകദേശം ഒരു 2 to 3 ലാക്ക് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് കൂടി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ഫീസാണ് ഞാൻ പറഞ്ഞത്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആണ് 5 ലക്ഷം എന്ന് പറയുന്നത്. കോഴ്സിന് ഫീസ് അടച്ച ശേഷം പോകാൻ നേരത്തെ നമുക്ക് വരുന്ന ബാക്കി ചിലവുകൾ കൂട്ടിയിട്ട് ഒരു 7 to 8 ലാക്കിൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നാട്ടിൽ നിന്ന് കയറി പോകാൻ പറ്റും. അപ്പം താല്പര്യമുള്ളവർ മാത്രം ഈ
വീഡിയോ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ നമ്പറാണ്. അതിന് പുറമെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ വെറുതെ ജോയിനായി കിടന്നേരം. എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്പർ ഉണ്ട്. ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ എനിക്ക് വന്നിട്ട് UK PG എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ UK പറ്റി ചെയ്യുന്നത് എന്തായാലും നമ്മുടെ സ്റ്റുഡൻസ് UK പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിൽക്കുന്ന ടൈം തന്നെയായിരിക്കും. ഓക്കെ.